Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had dealt with some problems that we can solve by using criterions of decision making under risk. Decision making under risk, ചില ക്രൈറ്റീരിയൻസ് ഉപയോഗിച്ചാണ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ ക്രൈറ്റീരിയൻസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ആ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഏതൊക്കെയാണോ ആ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റിയെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ആ പ്രോബിലിറ്റി നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ആ പ്രോബിലിറ്റിയുടെ ബേസിസിൽ നമ്മൾ റിസ്കോട് കൂടെ എന്ത് ചെയ്യുന്ന ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റിസ്ക് പറഞ്ഞ എന്തിൻ്റെ ബേസിലായിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് നോളജ് ആയിരുന്നു. ഒരു ഡിസിഷനെ പറ്റി ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ പറ്റി നമുക്ക് എത്രമാത്രം അതിനെപ്പറ്റിയുള്ള ധാരണ അഥവാ അറിവുണ്ടോ അതിൻ്റെ ബേസിലായിരുന്നു നമ്മൾ ഡിസിഷൻ എൻവയോൺമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തതല്ലേ. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി, സെക്കൻഡ് വൺ ഇസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു? അത് നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അഥവാ പ്രോബ്ലത്തിനെ പറ്റി കറക്റ്റായിട്ടുള്ള നോളജ്, സർട്ടൺ നോളജ് നമുക്കുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ഒരു പാടും ഉണ്ടാവില്ല. അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ ഇതാണെന്നനുസരിച്ച് എനിക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ആ ഒരു എന്താ പറയുക സെർട്ടനിറ്റി ഉണ്ടാകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് സർക്കാരുടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. സെക്കൻഡ് ടൈപ്പ് എന്തായിരുന്നു? ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അവിടെ എന്തായിരുന്നു? നമുക്ക് ഓരോ സ്റ്റേറ്റ്സ് ഓഫ് ഡിസിഷൻ എടുക്കേണ്ടപ്പോൾ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ട സന്ദർഭത്തിൽ നമ്മൾ എന്താണ് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന ഓരോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെയും പ്രോബിലിറ്റിയെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസിഷൻസിനെ നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ രണ്ട് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ടുഡേ വി ആർ ട്രൈ ടു ഡിസ്കസ് അബൌട്ട് ദ തേർഡ് ആൻഡ് ദ ഫോർത്ത് കേസ്, ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസ്. ഇതിനകത്ത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ അല്ലേ. അതായത് നമ്മൾ എന്തിനെ പറ്റിയാണ് നമ്മൾ തീരുമാനമെടുക്കാൻ പോകുന്നത്, ഏത് പ്രോസസ് അല്ലെങ്കിൽ ഏത് പ്രോബ്ലത്തിനെ പറ്റിയാണ് നമ്മൾ തീരുമാനമെടുക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി നമുക്ക് ഒരു രീതിയിലുള്ള അറിവുമില്ല. ജസ്റ്റ് വി ആർ ഇഗ്നറൻറ്റ് അബൌട്ട് ദ പ്രോസസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഊഹം വെച്ചിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ഏതെങ്കിലും ആ ഓൾട്ടർനേറ്റീവ്സിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്തായിട്ട് അങ്ങ് ചൂസ് ചെയ്യും, ഡിസിഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ അത് ഒന്നെങ്കിൽ ആ ഡിസിഷൻ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യാം അല്ലെങ്കിൽ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസ് കൊണ്ട് ഉദ്ദേശിച്ച് നമുക്ക് ആ പ്രോസസ്സിനെ പറ്റി ഒരു ധാരണയും ഇല്ല, ഒരു രീതിയിലും എനിക്ക് ആ പ്രോസസ്സിനെ പറ്റി എന്തില്ല, അറിവില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഏത് ബിസിനസ്സിനെ പറ്റിയപ്പോൾ എന്താ പറയുന്നത്, ബിസിനസ് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. കാരണം എന്തില്ല, ആ ഫീൽഡിനെ പറ്റി ഒരു അറിവ് ശരിക്കും അയാൾ ഫുള്ളി ഇഗ്നറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യും? ജസ്റ്റ് കണ്ണുവടച്ച് ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ എന്താവും, സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുക അല്ലെങ്കിൽ ഫെയിലിയർ ആയിപ്പോൾ. അപ്പോൾ അത് ആ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിരിക്കുക, സക്സസും ഫെയിലിയറും മാറി വരാം. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കേസുകൾ, അതായത് ഡിസിഷൻ മേക്കർ ഈസ് ഫുള്ളി ഇഗ്നറന്റ് അബൌട്ട് ദ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് എൻവയോൺമെന്റ് ഈസ് ദ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നമുക്ക് അവിടെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസിനെ പറ്റി കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ഡിസ്കസ് ചെയ്യാനില്ല. അറ്റ് ദ സെയിം ടൈം ദ സെക്കൻഡ് ലാസ്റ്റ് എൻവയോൺമെന്റ്, ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റിയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതാണ് ഈ സെഷനിലാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. എന്താ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്തല്ല കൺഫേംഡ് അല്ല, സെർട്ടൺ അല്ല. എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, എന്നാൽ പൂർണ്ണമായിട്ട് അറിയുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ഉദ്ദേശിക്കുന്ന ഡിസിഷൻ എടുക്കേണ്ട ആളെ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റിയോ ആ പ്രോബ്ലത്തിനെ അഥവാ പ്രോസസ്സിനെ പറ്റിയോ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള സെർട്ടനിറ്റി ഫുള്ളി അൺസർട്ടൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റിക്കകത്ത് ആ ഡിസിഷൻ മേക്കറിന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി
ഞാൻ പറഞ്ഞോണക്ക് തന്നെ ഡിസിഷൻ മേക്കർ ഒരു കാര്യത്തിൽ പ്രോസസ്സിനെ പറ്റിയോ പ്രോബ്ലത്തിനെ ഇപ്പോൾ ഒരു രീതിയിലും എന്തില്ല, ഒരു സർട്ടനിറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, ഫുള്ളി ഇഗ്നറൻ്റ് അല്ല, അറ്റ് ദ സെയിം ടൈം കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഒരു രീതിയിൽ സർട്ടൻ അല്ല, കൂടെ എന്തുമില്ല, ഒരു സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെ പ്രോബിലിറ്റിയെ പറ്റി അങ്ങനെ എന്താ പറയുന്നത് ഡീപ്പായിട്ടൊരു കാര്യങ്ങൾ അത് അത്ര ഡീപ്പായിട്ട് അറിഞ്ഞൂടെ, എന്നാൽ 3/4% പോലും എന്തറിഞ്ഞൂടാ ആ പ്രോബ്ലത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ള കേസുകളിലാണ് എന്തിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റിയുടെ പോസിബിലിറ്റി വരുന്നത്. അതായത് ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ആ ഡിസിഷൻ എടുക്കാൻ ഫുള്ളി സർട്ടൺ ആണ്, ആ പ്രോസസ്സിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹി ക്യാൻ ചൂസ് ദി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൺ എൻവയോൺമെന്റ്. ഇനി കുറച്ച് കാര്യങ്ങൾ അറിയത്തുള്ളെങ്കിൽ അവിടെ നമുക്ക് പറയാം ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ് ചൂസ് ചെയ്യാനായിട്ട് നല്ലത്. ഇനി എന്തറിയില്ല ഫുള്ളി കുറച്ച് എന്താ പറയുന്നത് പ്രോബിലിറ്റി ഒന്നിനെ പറ്റിയുള്ള പ്രോബിലിറ്റി പോസിബിലിറ്റി അറിയില്ല, എന്നാൽ ഫുള്ളി ഇഗ്നറൻ്റ് അല്ലേ, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഡിസിഷൻ മേക്കർ ക്യാൻ ചൂസ് ദ എൻവയോൺമെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. ഇനി ഈ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൺ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് 4 ഡിഫറെൻറ്റ് ക്രൈറ്റീരിയൻസ്, 4 ഡിഫറെൻറ്റ് ക്രൈറ്റീരിയൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ വൈഡ്ലി യൂസ്ഡ് ക്രൈറ്റീരിയൻസ് for decision making under uncertainty. The first one is optimism criterion or maximax criterion or minimax criterion. 3 പേരിലാണുള്ളത്. ഒന്നുകിൽ ഇതിനെ ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ പേ ഓഫിൻ്റെ നേച്ചർ അനുസരിച്ച് മാക്സിമാക്സ് ക്രൈറ്റീരിയനോ മിനിമം ക്രൈറ്റീരിയനോ വിളിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പേ ഓഫ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ദ ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ റെപ്രസെൻറ്റ്സ് ദ മാക്സിമാക്സ് ക്രൈറ്റീരിയൻ. കാരണം പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, പ്രോഫിറ്റിൻ്റെ ഒപ്റ്റിമൈസേഷൻ മീൻസ് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക. സോ നമ്മളുടെ ക്വസ്റ്റിനകത്ത് നമ്മളുടെ ഡിസിഷനകത്ത് ഉള്ള വേരിയബിളായ പേ ഓഫ് എന്താണെങ്കിൽ പ്രോഫിറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ക്രൈറ്റീരിയൻ മീൻസ് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ. അറ്റ് ദ സെയിം ടൈം ദ പേ ഓഫ് ഇൻ അവർ പ്രോബ്ലം ഓർ ദ പ്രോസസ് റെപ്രസെൻറ്റ്സ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റിനെയാണ് നമ്മളുടെ പേ ഓഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ മീൻസ് മിനിമം ക്രൈറ്റീരിയൻ. കാര്യം എന്താണ്, ലോസിനെ അഥവാ കോസ്റ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനാണ് ശ്രമിക്കുക, മിനിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് ക്രൈറ്റീരിയൻ ഈസ് പെസിമിസം ക്രൈറ്റീരിയൻ or it is also called maximum criterion or minimax criterion or on the basis of the scientists we can call it as Wahl's criterion. അപ്പോൾ പെസിമിസം ക്രൈറ്റീരിയനകത്തും ഇതുപോലെ തന്നെ പേ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന ബേസിസിൽ പെസിമിസം ക്രൈറ്റീരിയൻ 2 ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദർ ഈസ് മാക്സിമം ക്രൈറ്റീരിയ ആൻഡ് മിനിമാക്സ് ക്രൈറ്റീരിയ. നമ്മൾ ഉദ്ദേശിക്കുന്ന പേ ഓഫ് അല്ലെങ്കിൽ പേ ഓഫ് എന്ന വേർഡ് കൊണ്ട് നമ്മൾ ആ പ്രോബ്ലത്തിനകത്ത് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, മാക്സിമൈസ് ചെയ്യും അല്ലേ. ദർഫോർ കിട്ടുന്ന പ്രോഫിറ്റ് കുറവാണെങ്കിൽ മിനിമം പ്രോഫിറ്റ് ആണെങ്കിൽ പോലും അതിൽ മാക്സിമമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ്സിൽ 2-3 ബിസിനസ് നമ്മൾ നടത്തി, ആ ബിസിനസ്സുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറവാണെങ്കിൽ പോലും കുറവുള്ള പ്രോഫിറ്റുകൾ മാക്സിമം ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പേ ഓഫ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ദ മാക്സിമം ക്രൈറ്റീരിയൻ, മാക്സിമം ഓഫ് ദ മിനിമം പ്രോഫിറ്റ്. മിനിമം പ്രോഫിറ്റുകളിൽ മാക്സിമം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ഇഫ് ദ വേർഡ് പേ ഓഫ് റെപ്രസെൻറ്റ്സ് ദ മീനിങ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റിനെയാണ് പേ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദർ വി ക്യാൻ യൂസ് ദ ക്രൈറ്റീരിയൻ മിനിമാക്സ് ക്രൈറ്റീരിയൻ. മാക്സിമം ലോസുകളിൽ മാക്സിമം കോസ്റ്റുകളിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ളതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന എപ്പോഴും ചൂസ് ചെയ്യും. ദർഫോർ ഫോർ ദ meaning cost we can use minimax criteria. And the third criterion is equally likelihood criterion or Laplace criterion. And the fourth criterion is Hurwitz criterion or criterion of realism. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് ക്രൈറ്റീരിയൻസ് ആണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് അൺസർട്ടനിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ളത്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ ഓർ മാക്സിമാക്സ് ഓർ മിനിമം ക്രൈറ്റീരിയൻ.
ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്രൈറ്റീരിയൻ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ആ ഡിസിഷൻ മേക്കർ എപ്പോഴും പ്രോഫിറ്റുകളിൽ മാക്സിമം പ്രോഫിറ്റുകളിൽ മാക്സിമം ആയിട്ടുള്ളതിനെ അല്ലെങ്കിൽ പ്രോഫിറ്റുകളിൽ മാക്സിമം ചൂസ് ചെയ്യാനായിട്ടായിരിക്കും എപ്പോഴും ചൂസ് ചെയ്യുന്നതിനോടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അഥവാ ലോസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മിനിമം ലോസുകളിൽ ഏറ്റവും മിനിമങ്ങളിൽ മിനിമം അതിനായിരിക്കും എന്ത് ചെയ്യാനായിട്ട് ലോസ് അല്ലെങ്കിൽ കോസ്റ്റിനെ ചൂസ് ചെയ്യാനായിട്ടായിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ അഥവാ മാക്സിമാക്സ് ക്രൈറ്റീരിയൻ ഓർ മിനിമം ക്രൈറ്റീരിയൻ ചൂസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് പ്രോഫിറ്റിനെയാണ് പേ ഓഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പ്രോഫിറ്റുകളിൽ മാക്സിമം പ്രോഫിറ്റ്. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഡിസിഷൻ ചൂസ് ചെയ്യുകയാണ്, ഒരു ഡിസിഷൻ നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഓൾട്ടർനേറ്റീവ്സിൽ ഏത് ഓൾട്ടർനേറ്റീവ് ആണോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിസിഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ അവിടെ 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 ഓൾട്ടർനേറ്റീവ്സും 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൽ 3 ഡിഫറെൻറ്റ് പ്രോഫിറ്റുകളായിരിക്കും നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിലും ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻസ് തരുന്ന പ്രോഫിറ്റുകളിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കുകയും അതിൽ ആ 3 എണ്ണത്തിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഒപ്റ്റിമിസം ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മളുടെ ഡിസിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ച് ഓരോ കോഴ്സ് ഓഫ് ആക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൽ മിനിമമായിട്ട് നമ്മൾ എന്തെടുക്കുന്നത് നമ്മുടെ ഡിസിഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് പ്രോഫിറ്റ് ടേബിൾ. ഈ പ്രോഫിറ്റ് ടേബിൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസിന് നമുക്ക് 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ S1, S2 ആൻഡ് S3 are there, and also there are 3 course of actions A1, A2 and A3. ഈ പ്രോബ്ലത്തിൻ്റെ 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, S1, S2 and S3, and there are 3 course of actions or 3 decision alternatives that we can adopt, A1, A2 and A3. ഈ ഓരോ ഓൾട്ടർനേറ്റീവ്സിനും ഓരോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ അഥവാ പേ ഓഫുകൾ ആണ് തന്നിരിക്കുന്നത്. They are ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ടേബിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒപ്റ്റിമിസം ക്രൈറ്റീരിയ അനുസരിച്ച് ആണ് ഞാൻ ഡിസിഷൻ എടുക്കാനായിട്ട്, ഡിസിഷൻ മേക്കറായ ഞാൻ ഒപ്റ്റിമിസം ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഡിസിഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ ഇതിൽ ഏത് ഡിസിഷൻ A1 ആണോ A2 ആണോ A3 ആണോ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് ഞാൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ളത് എന്താണ്, ഒരു പ്രോഫിറ്റ് ടേബിളാണ്. പ്രോഫിറ്റ് അഥവാ ഇവിടുത്തെ പേ ഓഫ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആണ്, ലോസ് അല്ല. ഹിയർ ദാറ്റ് വേർഡ് പേ ഓഫ് റെപ്രസെൻറ്റ്സ് പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമിസം ക്രൈറ്റീരിയ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മീൻസ് മാക്സിമാക്സ് ക്രൈറ്റീരിയ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിമിസം ക്രൈറ്റീരിയ 2 രീതിയിലുണ്ട്. ബേസ്ഡ് ഓൺ ദ മീനിങ് ഓഫ് ദ വേർഡ് പേ ഓഫ്, ഇറ്റ് ക്യാൻ ബി മാക്സിമാക്സ് ക്രൈറ്റീരിയ ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ആസ് വെൽ ആസ് മിനിമം ക്രൈറ്റീരിയ ഇൻ കേസ് ഓഫ് ലോസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ടേബിൾ ആയതുകൊണ്ട് തന്നെ ഒപ്റ്റിമിസം ക്രൈറ്റീരിയയിൽ മാക്സിമാക്സ് ക്രൈറ്റീരിയ ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഡിസിഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഈ ടേബിൾ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പറയാം, 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറോട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, S1, S2 ആൻഡ് S3, ആൻഡ് ദർ ആർ 3 ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ദാറ്റ് വി ക്യാൻ മേക്ക് A1, A2 ആൻഡ് A3 അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഡിസിഷൻസ് A1 എന്ന് പറയുന്ന ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് ഏതൊക്കെയാണ്, 220, 160, 140 അല്ലേ. A2 എന്ന് പറയുന്ന ഡിസിഷനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ദ പ്രോഫിറ്റ്സ് ദാറ്റ് ഐ ക്യാൻ മേക്ക് ആർ 180, 190 and 170. And if I am choosing the decision A3, profit എത്രയായിരിക്കും, 100, 180 and 200 അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേബിളാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ക്രൈറ്റീരിയൻ മാക്സിമാക്സ് ക്രൈറ്റീരിയൻ ആണ്. അപ്പോൾ പേര് കണക്ക് തന്നെ മാക്സ് ക്രൈറ്റീരിയൻ, മാക്സിമം ഓഫ് ദ മാക്സിമം, തന്നിട്ടുള്ള
മാക്സിമം വാല്യൂകളിൽ മാക്സിമം, അതിൽ മാക്സിമമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ഓൾട്ടർനേറ്റീവ്സ് A1, A2 ആൻഡ് A3. ഇതിനകത്ത് A1 എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൽ എനിക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഏതാണ്? ദാറ്റ് ഈസ് മാക്സിമം ഓഫ് 220, 160 ആൻഡ് 140. ദ മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് is obtained from S1. S1ൽ നിന്നായിരിക്കും A1 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് മാക്സിമം പ്രോഫിറ്റ് ഈസ് 220 അല്ലേ? അപ്പോൾ A1ൻ്റെ കേസിൽ മാക്സിമം A1 എന്ന് പറഞ്ഞ കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എനിക്ക് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 220. ആൻഡ് വാട്ട് അബൌട്ട് A2 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എനിക്ക് മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം എമംഗ് 180, 190 ആൻഡ് 170. ഈ 3 പ്രോഫിറ്റിൽ ഏറ്റവും മാക്സിമം ഏതാണ്? 190. ദാറ്റ് ഈസ് S2 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റായ 190 ആയിരിക്കും എനിക്ക് A2 എന്ന് പറയുന്ന ആക്ഷന് എനിക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ്. വാട്ട് അബൌട്ട് A3 എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആണ് എനിക്ക് അരിയോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എനിക്ക് കിട്ടാൻ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 200 അല്ലേ? അപ്പോൾ ഓരോ ആക്ഷൻസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്ന മാക്സിമം പ്രോഫിറ്റുകൾ ഞാൻ എഴുതി. സോ ഈ പ്രോഫിറ്റുകളിൽ മാക്സിമം വരുന്ന വാല്യൂ ഏത്? ഇതിപ്പോൾ നമ്മൾ എന്താ എഴുതി? ഓരോ A1, A2, A3 എന്ന് പറയുന്നത് 3 കോഴ്സ് ഓഫ് ആക്ഷൻ, 3 ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും എനിക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് ദാറ്റ് ഈസ് 220, 190 ആൻഡ് 200 റെസ്പെക്റ്റീവ്ലി. ഇനി ഈ മാക്സിമം പ്രോഫിറ്റുകളിൽ മാക്സിമം ദാറ്റ് ഈസ് മാക്സിമങ്ങളിൽ മാക്സിമം ഇവയിൽ ഏതാണ് മാക്സിമം വാല്യൂ? ദാറ്റ് ഈസ് 220 എന്ന് പറയാം. This value 220 represents the alternative A1. So I can choose the alternative A1 or the course of action A1 as my decision strategy. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഞാൻ ഈ തന്നിരിക്കുന്ന ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ടേബിൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ തന്നിരിക്കുന്ന ടേബിൾ പ്രോഫിറ്റ് ടേബിൾ ആണെങ്കിൽ എമംഗ് ദ ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയൻ ഐ ക്യാൻ ചൂസ് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ. ഇഫ് ഇറ്റ് ഇസ് എ ലോസ് ടേബിൾ ഓർ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ വി ക്യാൻ യൂസ് ദ മിനിമിൻ ക്രൈറ്റീരിയൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ടേബിളാണ്, അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയനിൽ ഞാൻ അവിടെ ചൂസ് ചെയ്യുന്നത് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ എനിക്ക് 3 ഓൾട്ടർനേറ്റീവ്സ് A1, A2, A3 ഉണ്ട്. ആ ഓരോ ഓൾട്ടർനേറ്റീവുകളും 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിലൂടെ പാസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന മാക്സിമം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ മാക്സിമം പ്രോഫിറ്റുകളിൽ ഏത് ഓൾട്ടർനേറ്റീവാണ് എനിക്ക് ആ കൂട്ടത്തിൽ മാക്സിമം തരുന്നത്, മാക്സിമം ഓഫ് ദ മാക്സിമം തരുന്നത്, ആ ഓൾട്ടർനേറ്റീവിനെ ഞാൻ ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് A1. സോ the maximum of the maximum profit that I will get from A1, the first alternative, and hence I can choose the alternative A1 as my decision by using optimization criterion. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളാണ് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്തതിനും മിനിമം ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്നത് മിനിമം ഓഫ് ദ മിനിമം. തന്നിട്ടുള്ള ഓരോ കോഴ്സ് ഓഫ് ആക്ഷനുകളിലെയും മിനിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൽ മിനിമം ആയിട്ട് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അതിൽ മിനിമം വരുന്ന അല്ലെങ്കിൽ അതിൽ മിനിമം ലോസ് തരുന്ന കോഴ്സ് ഓഫ് ആക്ഷനൊക്കെ എന്തായിട്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ ഡിസിഷനായിട്ട് ചൂസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദ ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ പെസിമിസം ക്രൈറ്റീരിയൻ. നേരത്തെ പറഞ്ഞു ഒപ്റ്റിമിസം ക്രൈറ്റീരിയനകത്ത് ആ ഡിസിഷൻ മേക്കറിൻ്റെ എയിം എന്തായിരുന്നു? ഇൻ ഓർഡർ ടു എൻഷുവർ മാക്സിമം പ്രോഫിറ്റുകളിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഏത് കോഴ്സ് ഓഫ് ആക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റുകളിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് തരുന്ന ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ ആ കോഴ്സ് ഓഫ് ആക്ഷനെ ചൂസ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ തിരിച്ച് ഓപ്പർച്യൂണിറ്റി ലോസ് കോഴ്സ് ഓഫ് ആക്ഷനുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ലോസിൽ ഏറ്റവും മിനിമം ഓപ്പർച്യൂണിറ്റി ലോസ് തരുന്ന
കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണോ അതിനെ ചൂസ് ചെയ്യാനുള്ളതായിരുന്നു എൻ്റെ ഏത് ക്രൈറ്റീരിയൻ, ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം പെസിമിസം ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ പെസിമിസം ക്രൈറ്റീരിയത്തിന് എനിക്ക് രണ്ടായിട്ട് 2 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ മീനിങ് ഓഫ് ദ വേർഡ് പേ ഓഫ്. പേ ഓഫ് എന്ന വേർഡിൻ്റെ മീനിങ് അത് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എനിക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇഫ് ദ വേർഡ് പേ ഓഫ് മീൻസ് പ്രോഫിറ്റ്, then I can choose minimax criterion, and if the word payoff represents the word loss എന്ന് പറയുന്ന അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് എനിക്ക് പേ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ there I can use maximum criterion. അപ്പോൾ ഇവിടെ നോക്കുക, പെസിമിസം ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ഡിസിഷൻ മേക്കർ, പെസിമിസം ക്രൈറ്റീരിയൻ ഉപയോഗിക്കുന്ന ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് അയാൾ എപ്പോഴും എൻഷുർ ചെയ്യുന്നൊരു കാര്യം, എനിക്ക് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രമാത്രമാണോ അത് ഒരു പരിധിയിൽ കൂടുതൽ താഴേക്ക് പോകാനായിട്ട്, പ്രോഫിറ്റ് ഒരു പരിധിയിൽ കൂടുതൽ താഴേക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയാനായിട്ട്, ലോവർ ആവാനായിട്ട്, ലോവർ ആവില്ല എന്നുള്ള കാര്യത്തിന് എന്ത് കൊടുക്കുന്നു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട്, ആ എമൗണ്ടിൽ കുറവ് എന്ന് പറയുന്ന പ്രോഫിറ്റ് പോകരുത്. ആ ഒരു ബൗണ്ടറി അവിടെ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ആ ഡിസിഷൻ മേക്കർ എപ്പോഴും ശ്രമിക്കും. കേസ് ഓഫ് പ്രോഫിറ്റ്. ലോസിൻ്റെ കേസാണല്ലോ നേരെ തിരിച്ച്, ഒരു പരിധിയിൽ കൂടുതൽ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എന്ത് പോകരുത്, ലോസ് എക്സീഡ് ചെയ്ത് പോകരുത് എന്നുള്ളതായിരിക്കും അവിടെ എപ്പോഴും ഡിസിഷൻ മേക്കർ എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് പെസിമിസം ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച് ആ ഡിസിഷൻ മേക്കർ എപ്പോഴും പ്രോഫിറ്റിനും ലോസിനും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യും. ആൻഡ് ആ ബൗണ്ടറിക്ക് താഴേക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനോ ആ ബൗണ്ടറിയുടെ മുകളിലേക്ക് എക്സീഡ് ചെയ്തുകൊണ്ട് ലോസ് പേ ചെയ്യാതിരിക്കാനോ അദ്ദേഹം എന്ത് ചെയ്യും, ആ ഡിസിഷൻ മേക്കർ എപ്പോഴും ശ്രമിക്കും. അപ്പോൾ ഒരു പെസിമിസം ക്രൈറ്റീരിയ അനുസരിച്ച് എപ്രകാരമാണ് നമുക്ക് ഒരു ഡിസിഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ലോസ് ടേബിളാണെന്ന് ഇരിക്കട്ടെ. ഒരു ലോസ് ടേബിളാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തെ സംബന്ധിച്ച് ഈ പ്രോബ്ലത്തിൽ എനിക്ക് 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ S1, S2 ആൻഡ് S3 ഉണ്ട്. ഓൾസോ ദർ ആർ 3 alternatives A1, A2 ആൻഡ് A3. 3 ഓൾട്ടർനേറ്റീവ്സും ഉണ്ട്, 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറും ഉണ്ട്. ഈ ഓരോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ ചൂസ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന ലോസ്, ഓപ്പർച്യൂണിറ്റി ലോസുകൾ ഇപ്രകാരമാണ്: 0, 4, 10, 3, 0, 6, 18, 14, 0. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളാണ്. ഇവിടെ എനിക്ക് 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ S1, S2 ആൻഡ് S3 ഉണ്ട്. ആൻഡ് ഓൾസോ ദർ ആർ 3 alternatives A1, A2 ആൻഡ് A3. അപ്പോൾ തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിലും ഞാൻ ഓരോ ഓൾട്ടർനേറ്റീവ് വീതം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ലോസുകളുടെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇഫ് ഐ എം യൂസിങ് ദ പെസിമിസം ക്രൈറ്റീരിയൻ, വിച്ച് ഓൾട്ടർനേറ്റീവ് ഓർ വിച്ച് സ്ട്രാറ്റജി വിൽ ഐ സെലക്ട്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലോസ് ടേബിളാണ്. ഈ തന്നിരിക്കുന്ന ലോസ് ടേബിൾ ആയതുകൊണ്ട് തന്നെ പെസിമിസം ക്രൈറ്റീരിയൻ, ഏത് ക്രൈറ്റീരിയ എനിക്ക് ചൂസ് ചെയ്യാം? ഐ ക്യാൻ ചൂസ് ദ മിനിമാക്സ് ക്രൈറ്റീരിയ. തന്നിരിക്കുന്ന ലോസുകളിൽ മാക്സിമം ലോസിൽ ഏറ്റവും മിനിമം, അതായിരിക്കും എന്ത് ചെയ്യുന്നത്, എൻ്റെ ഏറ്റവും മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും ഞാൻ എൻ്റെ ഡിസിഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ എനിക്ക് 3 ഓൾട്ടർനേറ്റീവ്സ് A1, A2 ആൻഡ് A3 ഉണ്ട്. ഈ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ലോസ്, ഓരോ ഓൾട്ടർനേറ്റീവ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോസുകളിൽ മാക്സിമം ലോസ് കണ്ടുപിടിക്കുകയും ആ മാക്സിമം ലോസിൽ ഏറ്റവും മിനിമം വാല്യൂ, ലോസ് എനിക്ക് എപ്പോഴും എനിക്ക് മിനിമൈസ് ചെയ്യണം. സോ കൂട്ടത്തിലുള്ള ലോസുകളിൽ ഏറ്റവും മാക്സിമം ലോസുകളിൽ ഏറ്റവും മിനിമം വരണ എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഡിസിഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് A1 എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവിനെ സംബന്ധിച്ച് ആ ഓൾട്ടർനേറ്റീവ് ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിലൂടെയും പാസ് ചെയ്യുമ്പോഴും കിട്ടുന്ന ലോസുകൾ ഇപ്രകാരമാണ്: 0, 3 ആൻഡ് 18. അപ്പോൾ ഈ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ A1 ഞാൻ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് ഉണ്ടാകാവുന്ന മാക്സിമം ലോസ് എത്രയാണ്? ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ എമംഗ് 0, 3 ആൻഡ് 18 അല്ലേ? അപ്പോൾ മാക്സിമം വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 18.
അപ്പോൾ A1 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷനാണ് ഞാൻ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എനിക്ക് മാക്സിമം എത്ര ലോസ് ഉണ്ടാവാം? 18 യൂണിറ്റ്സ് വരെ ലോസ് ഉണ്ടാവാം. അറ്റ് ദ സെയിം ടൈം A2 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷനാണ് ഞാൻ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എനിക്ക് ഒക്കർ ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ലോസ് എത്രയാണ്? ദാറ്റ് മാക്സിമം വാല്യൂ എമംഗ് 4, 0 and 14. മാക്സിമം വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 14. വാട്ട് അബൌട്ട് ദ കോഴ്സ് ഓഫ് ആക്ഷൻ A3? A3 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷനാണ് ഞാൻ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എനിക്ക് ഒക്കർ ചെയ്യാനുള്ള പോസിബിൾ ആയിട്ടുള്ള ലോസസ് ഇറ്റ് ഈസ് 10, 6 and 0 and among these losses the maximum loss can be 10. അപ്പോൾ നമ്മളുടെ ഈ പ്രോബ്ലം അനുസരിച്ച് 3 കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ 3 കോഴ്സ് ഓഫ് ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴും കിട്ടുന്ന മാക്സിമം ലോസുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 3 യൂണിറ്റ്സ് ഓഫ് ലോസ് നമുക്കുണ്ടാകാം. ലോസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യണം. അപ്പോൾ മിനിമം ഈ ലോസുകളിൽ ഏറ്റവും മിനിമം ലോസ് ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ ആ കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഡെസിഷനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദ പെസിമിസം ക്രൈറ്റീരിയ. അങ്ങനെയെങ്കിൽ among 18, 14 and 10 the minimum value is 10 and the course of action representing the value or this loss is A3 and hence I can choose the course of action or the alternative A3 as my decision. തന്നിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൻ്റെ മാക്സിമം ലോസുകളിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ആ 10 എന്ന് പറയുന്ന ലോസ് ഏത് ഡിസിഷൻ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നു? ഒരു ഡിസിഷൻ ഓൾട്ടർനേറ്റീവ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നു. A3 എന്ന് പറയുന്ന ഡിസിഷൻ ഓൾട്ടർനേറ്റീവ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ ഞാൻ ഏറ്റെടുക്കുന്ന ആ പ്രോബ്ലത്തിൽ ഏറ്റവും മിനിമം ലോസ് ഒക്കർ ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഏത് ഡിസിഷനാണ്? A3 എന്ന് പറയുന്ന ഡിസിഷനാണ്. ആൻഡ് ഹെൻസ് ഐ എം ചൂസിങ് ഡിസിഷൻ A3 ആസ് മൈ ചോയ്സ്. അപ്പോൾ A3 എന്ന ഡിസിഷൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഇത് ഉപയോഗിച്ച് പെസിമിസം ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളാണ് വന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ എനിക്കൊരു പ്രോഫിറ്റ് ടേബിൾ തന്നിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും മാറ്റം വരുന്നത്? ലോസ് ടേബിൾ നമ്മൾ എന്തെടുത്തു? മിനി മാക്സ് ക്രൈറ്റീരിയൻ എടുത്തു. തിരിച്ച് പേ ഓഫ് ടേബിൾ അതായത് പ്രോഫിറ്റ് ടേബിൾ തന്നിരിക്കുന്നത് നമുക്ക് എന്തെടുക്കാം? മാക്സി മിൻ ക്രൈറ്റീരിയൻ നമ്മൾ യൂസ് ചെയ്യും അല്ലേ? അതിനൊരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ചെയ്തു നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ടേബിളാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേബിൾ ഇപ്രകാരമാണ്. There are 4 states of natures and also 3 alternatives. 4 states of nature, S1, S2, S3 and S4, and also there are 3 alternatives, A1, A2 and A3. And payoffs corresponding to each state of nature as well as each alternatives are ഇതാണ് എനിക്ക് കിട്ടുന്ന പേ ഓഫ് കൂടെ എന്നിരിക്കട്ടെ, അഥവാ പ്രോഫിറ്റ് എന്നിരിക്കട്ടെ. അതായത് ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എനിക്കിവിടെ 4 സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. S1, S2, S3 and S4 and also there are 3 course of actions that I can adopt. They are A1, A2 and A3. ഇനി ഈ ഓരോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടാനായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള പേ ഓഫ് ഉള്ളത് അഥവാ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് -80, -60, -20, -30, -10 and -2, 30, 15 and 7 and 75, 80 and 25. എനിക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏത് ഡിസിഷനാണ് ഞാൻ ചൂസ്, ആ ഡിസിഷൻ മേക്കർ ഏത് ഡിസിഷനായിരിക്കും A1, A2, A3 എന്നീ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏത് ഡിസിഷനായിരിക്കും ചൂസ് ചെയ്യുന്നത്? സോ ദാറ്റ് ഹി ഈസ് യൂസിങ് ദ പെസിമിസം ക്രൈറ്റീരിയൻ. പെസിമിസം ക്രൈറ്റീരിയൻ ഉപയോഗിച്ചാണ് അദ്ദേഹം ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അദ്ദേഹം ഏത് ഡിസിഷനായിരിക്കും ചൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെസിമിസം ക്രൈറ്റീരിയൻ 2 രീതിയിലുണ്ട്. ബേസ്ഡ് ഓൺ ദ മീനിങ് ഓഫ് പേ ഓഫ്. പേ ഓഫിൻ്റെ മീനിങ് അനുസരിച്ച്, പേ ഓഫിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് 2 രീതി നമുക്ക്
നമുക്ക് പെസിമിസം ക്രൈറ്റീരിയൻ ഡിഫൈൻ ചെയ്യാം. ദേ ആർ മാക്സിമിൻ ക്രൈറ്റീരിയൻ ആൻഡ് മിനിമാക്സ് ക്രൈറ്റീരിയൻ. മിനിമാക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴായിരുന്നു? when we are given with the when we are provided with the loss table, and here we are provided with the profit table, and hence we can use മാക്സിമിൻ ക്രൈറ്റീരിയൻ. മാക്സിമിൻ ക്രൈറ്റീരിയൻ ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമിൻ മിനിമങ്ങളിൽ മിനിമങ്ങളിൽ മാക്സിമം, അതായത് തന്നിട്ടുള്ള ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും മിനിമം പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ മാക്സിമം വരും. നേരത്തെ നമ്മൾ ലോസ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? മാക്സിമങ്ങളിൽ മിനിമം, ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും മാക്സിമം ലോസ് കണ്ടുപിടിച്ചിട്ട് അതിൽ മിനിമം എടുത്തു അല്ലേ. ഇവിടെ പ്രോഫിറ്റ് എവിടെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു പെസിമിസം ക്രൈറ്റീരിയൻ ഹിയർ വി ക്യാൻ യൂസ് മാക്സിമം ക്രൈറ്റീരിയൻ. മിനിമം പ്രോഫിറ്റുകളിൽ മാക്സിമം ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ for the course of action A1 the maximum for the course of action A1 the minimum profit എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? minimum among the values -80, -30, 30 and 75. ഈ തന്നിട്ടുള്ള വാല്യൂസിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -80. സോ A1 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷനെ സംബന്ധിച്ച് മിനിമം പ്രോഫിറ്റ് എത്ര വരെ കിട്ടാം? -80 വരെ കിട്ടാം. Again, what about the course of action A2? That is minimum of -60, -10, 15 and 80. That is equal to -60. And for the course of action A3, minimum of -20, -2, 7 and 25. That is -20. So, ഓരോ കോഴ്സ് ഓഫ് ആക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് അതിൽ മാക്സിമം, ആ മിനിമം പ്രോഫിറ്റുകളിൽ മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് മാക്സിമം ഓഫ് -80, -60 ആൻഡ് -20. അപ്പോൾ മാക്സിമം വാല്യൂ ഏതാണ്? -20. അപ്പോൾ ഈ -20 എന്ന് പറയുന്ന വാല്യൂ ഏത് ഓൾട്ടർനേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിടക്കുന്നത് നോക്കുക. ഏത് ഓൾട്ടർനേറ്റീവാണ്? A3 എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവാണ്. Therefore, according to pessimism criterion, the decision maker can choose the alternative A3 as his decision. അപ്പോൾ പെസിമിസം ക്രൈറ്റീരിയൻ അനുസരിച്ച് പെസിമിസം ക്രൈറ്റീരിയനകത്ത് മാക്സിമം ക്രൈറ്റീരിയനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം A3 എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ഡിസിഷൻ ആയിട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയും. സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇന്ന് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എന്തുമാത്രമായിരിക്കും? പേ ഓഫുകൾ മാത്രം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസുകൾ മാത്രം തരും അല്ലേ. ഇപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിൻ്റെ കേസ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് തരുമായിരുന്നു? ആ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒക്കെ ചെയ്യാനുള്ള പ്രോബിലിറ്റിയും കൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇന്ന ഡിസിഷൻ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി അത്രയും പോലെ ഇൻഫർമേഷൻസ് നമുക്ക് എന്തില്ല, നമ്മളുടെ കയ്യിൽ ഇല്ല. നമ്മൾ കുറച്ചും കൂടെ ആ കാര്യത്തെ പറ്റി ധാരണ കുറഞ്ഞൊരു സിറ്റുവേഷനാണ്, കുറഞ്ഞൊരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ പ്രോബിലിറ്റിയെ പറ്റി പോലും ഒരു ഐഡിയ ഇല്ലാത്ത കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പേ ഓഫുകൾ അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ലോസുകളെ മാത്രം വിലയിരുത്തിക്കൊണ്ടില്ല, അതിൻ്റെ മാത്രം ബേസിൽ നമ്മൾ എങ്ങനെ ഡിസിഷൻ ചൂസ് ചെയ്യും എന്നുള്ളതാണ് അവിടെ എന്തുകൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റിക്കകത്ത് നമുക്ക് 4 വൈഡ്ലി യൂസ്ഡ് ക്രൈറ്റീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. പെസിമിസം ക്രൈറ്റീരിയൻ, ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ, ലാപ്ലേസ് ക്രൈറ്റീരിയൻ ആൻഡ് ഹുർവിറ്റ്സ് ക്രൈറ്റീരിയൻ. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയകളിൽ 2 ക്രൈറ്റീരിയൻസ് ആയ ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ ആൻഡ് പെസിമിസം ക്രൈറ്റീരിയനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് ഇതിലേക്ക് ഹോംവർക്ക് അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.